ഹലോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസണിങ്ങിൽ വരുന്നൊരു സെക്ഷനാണ് സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ്. ലിസണിങ്ങിൽ നമുക്കൊരു വരുന്ന സെക്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ്. സോ ആ സെക്ഷൻ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടാസ്ക് വരുന്നത് നമുക്ക് ആദ്യം ഒരു ലിസണിങ് നമുക്ക് ഉണ്ടാവും. സോ ആ ഒരു ഓഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക. എന്നിട്ട് അത് ലിസൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക. വേർഡ്സ് ആയിട്ടൊരു കാരണവശാലും നമ്മൾ നോട്ട്സ് എഴുതിയെടുക്കരുത്. കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് ഓരോ വേർഡ്സ് നമ്മൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ടാസ്ക് വരുന്നത് നമ്മൾ ആ കേൾക്കുന്ന സെൻറ്റൻസ് നോട്ട് ചെയ്തിട്ട് ആ സെൻറ്റൻസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ സെൻറ്റൻസ് എഴുതണം. അപ്പോൾ ആദ്യം പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക, ടേക്ക് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്. നമ്മൾ ഫ്രേസസ് ആയിട്ട് പറയില്ലേ, 2-3 വേർഡ്സ് ഒരേ രീതിക്ക് വരുന്ന രീതിക്ക് നമ്മൾ നോട്ട്സ് ഷെയർ ചെയ്യുക, നോട്ട്സ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നോട്ട്സ് വേണം നമ്മൾ നമ്മുടെ ഓൺ സെൻറ്റൻസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു 10 മിനിറ്റാണ് നമുക്ക് ഇവിടെ ഒരു ടൈം വരുന്നത്. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഇത് എഴുതി തീർക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ ഓഡിയോ ലിസൺ ചെയ്യുക, ദെൻ നോട്ട്സ് എഴുതിയെടുക്കുക. അത് കീ പോയിൻറ്റ്സ് ആയിരിക്കണം. നമ്മൾ ആ എഴുതിയെടുക്കുന്ന നോട്ട്സ് വന്നിട്ട് അവിടെ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ലെക്ചറിൽ 10 പോയിൻറ്റ്സ് പറയുന്നുണ്ടെങ്കിൽ ആ 10 പോയിൻറ്റ്സ് നമുക്ക് എല്ലാ പോയിൻറ്റ്സ് എഴുതിയെടുക്കാൻ പറ്റില്ല. പകുതി സ്റ്റാർട്ടിങ് നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്കൊരു 5 പോയിൻ്റൊക്കെ വെച്ചിട്ടാണ് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു 5 പോയിൻ്റ് എന്തായിരിക്കണം, ആ ഒരു തന്നിരിക്കുന്ന ലെക്ചറിൻ്റെ ഒരു മെയിൻ ടോപ്പിക് ആയിരിക്കണം. സോ നമുക്കൊരു വേർഡ് ലിമിറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ അക്കാഡമിക്കിലാണെങ്കിലും കോറിലാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ അക്കാഡമിക്കിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 to 70 വേർഡ്സ് ആണ് വരുന്നത് അക്കാഡമിക്കിൻ്റെ വരുന്നത്. PT കോർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കുറവാണ്, വേർഡ് കൗണ്ട് അക്കാഡമിക്കിനെ കമ്പയർ ചെയ്തിട്ട് കുറവാണ്. 20 to 30 ആണ് നമുക്ക് കോറിൻ്റെ വേർഡ് കൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, 10 മിനിറ്റ് സമയമാണ് നമുക്കുള്ളത്. അക്കാഡമിക്കിൽ നമുക്ക് 10 മിനിറ്റ് സമയമാണ് ഈ ഒരു സെക്ഷൻ ചെയ്യാൻ വരുന്നത്. സോ നമ്മളവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫോമാണ്. അപ്പോൾ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഈ വേർഡ് ലിമിറ്റ് ആണ്. നമ്മൾ നേരത്തെ മേലെ പറയുന്ന 50 to 70, അക്കാഡമിക്കിലാണെങ്കിൽ 50 to 70, കോറിലാണെങ്കിൽ 20 to 30, അതാണ് ഫോം. ഈ ഫോം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് 50ക്ക് താഴെ ആയിട്ടുണ്ടെങ്കിൽ, 49 ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ 71 ആയിട്ടുണ്ടെങ്കിലോ നമുക്ക് അവിടെ ഫോമിൻ്റെ സൈഡിൽ നിന്നുള്ള മാർക്ക് കുറയും. അപ്പോൾ ഈ ഫോം നമ്മൾ എപ്പോഴും നോക്കണം. അതുപോലെ തന്നെ സ്പെല്ലിങ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് 10 മിനിറ്റാണ് ടൈം തരുന്നത്. അപ്പോൾ 10 മിനിറ്റ് ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു 10 മിനിറ്റ് ടൈമിൽ നമുക്ക് തന്നിരിക്കുന്ന ലെക്ചറിൻ്റെ സമയം കുറച്ചിട്ട് ബാക്കിയുള്ള സമയമാണ് നമുക്ക് നോട്ട് എഴുതാനുള്ളത്, അതായത് സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. സോ ആ ഒരു 10 മിനിറ്റിൽ മിനിമം അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മിനിറ്റിലെങ്കിലും നമ്മൾ എഴുതി തീർക്കണം. അത് മാക്സിമം ആണ്. 8 മിനിറ്റിൽ എന്തായാലും നമ്മൾ എഴുതി തീർന്നിരിക്കണം. കാരണം ബാക്കി വരുന്ന സമയം നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഒരിക്കലും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് റീചെക്ക് ചെയ്യണം. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയ കോൺസെപ്റ്റ് നമ്മൾ വായിച്ച് നോക്കുക. അപ്പോഴാണ് നമുക്ക് അവിടെ സ്പെല്ലിംഗ് എററൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. then അതുപോലെ തന്നെ ഗ്രാമർ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട്, ഇപ്പോൾ ആർട്ടിക്കിൾ നമ്മൾ ഇപ്പോഴും മിസ്റ്റേക്ക് വരുന്നതാണ്. ആർട്ടിക്കിളും അതുപോലെ ടെൻസസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഗ്രാമാറ്റിക്കൽ എറർ വരുന്നുണ്ട്. ദെൻ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് കോണ്ടന്റ് മാക്സിമം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം കുറച്ച് ലെക്ചർ ചെയ്ത് അവർക്ക് അതൊന്ന് ഫെമിലിയർ ആയിട്ട് വരണം. അപ്പോൾ പോകെയാണ് പ്രാക്ടീസിനനുസരിച്ചിട്ടാണ് നമുക്ക് കോണ്ടന്റ് വരുന്നത്. പിന്നെ വരുന്ന ലെക്ചറിനെയും ബേസ് ചെയ്തിരിക്കും. ദെൻ വൊക്കാബുലറി, നമ്മൾക്കിപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുക, ആ ലെക്ചറിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമ്മളത് എഴുതിയെടുക്കുന്ന സമയത്ത് വരുമ്പോൾ നമ്മുടേതായ സെൻറ്റൻസിൽ കോൺസെപ്റ്റ് മനസ്സിലാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടേതായ സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എഴുതാൻ നോക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ലെക്ചറിൽ യൂസ് ചെയ്ത വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല, വൊക്കാബുലറീസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ വൊക്കാബുലറി റേഞ്ച് അവിടെ കുറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഫോം, സ്പെല്ലിംഗ്, ഗ്രാമർ, കോണ്ടന്റ്, വൊക്കാബുലറി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തരുന്ന ഒരു ലെക്ചർ എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നമുക്കറിയാം ഒരു ഓഡിയോ ആയിട്ടാണ് കേൾക്കുന്നത്. നമ്മളിപ്പോൾ അതൊരു സ്ക്രിപ്റ്റ് ആയിട്ടിരിക്കുന്നത്. ആ ഓഡിയോയുടെ സ്ക്രിപ്റ്റാണ് നമ്മൾക്ക് ഇപ്പോൾ സൗകര്യത്തിന് നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. സോ ഇതാണ് ഒരു ഓഡിയോ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം പല ടോണിലായിരിക്കും ഇത് പറയുന്നുണ്ടാവും, പല ആക്സെൻറ്റിലായിരിക്കും, പല സ്പീഡിലായിരിക്കും, മെയിലും ഫീമെയിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇത് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ആ ഒരു സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓഡിയോ. ഈ ഓഡിയോ കേട്ടിട്ട് വേണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കേൾക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇതിൽ നിന്ന് പോയിൻറ്റ്സ് എഴുതിയെടുക്കണമെങ്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ കീ ഫ്രേസസ് ആയിട്ട്, കീ വേർഡ്സ് അല്ല, കീ ഫ്രേസസ് ആയിട്ട് 2-3 വേർഡ് ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇതിൽ നിന്ന് പോയിൻറ്റ്സ് എഴുതിയെടുക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇതിപ്പോൾ വോയിസ് ആയിട്ട് നമ്മൾ കേൾക്കായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. അതിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഫസ്റ്റ് എഴുതിയെടുക്കുക? ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ആ ഒരു ലെക്ചറിൽ കൊടുത്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് കൺസിഡർ ദ ബിഗ്ഗസ്റ്റ് ഫുഡ് വേസ്റ്റിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. ഇതാണ് ഫസ്റ്റ് കേൾക്കുന്നത്. സോ ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് ആദ്യം എഴുതുക?
നമുക്ക് എഴുതി വെക്കുന്ന സമയത്ത് ഈ ഫുൾ സെൻറ്റൻസ് എഴുതാനുള്ള സമയം നമുക്ക് ഒരിക്കലും അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായിരിക്കും എഴുതുന്നത്? USA. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റിന് പകരം US എന്ന് എഴുതുള്ളൂ. US ബിഗ്ഗസ്റ്റ് ഫുഡ് വേസ്റ്റിംഗ് കൺട്രി. അവിടെ ഈസോ അല്ലെങ്കിൽ കൺസിഡേർഡോ അങ്ങനത്തെ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. US ബിഗ്ഗസ്റ്റ് ഫുഡ് വേസ്റ്റിംഗ് കൺട്രി അത്ര നമ്മൾ എഴുതും. അത്രേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ആ സമയത്തിനുള്ളിൽ. അത് നമ്മൾ പിന്നെ കറക്റ്റ് ഗ്രാമാറ്റിക്കലൊക്കെ നോക്കി ഗ്രാമറൊക്കെ നോക്കി കറക്റ്റായിട്ട് നമ്മൾ എഴുതുമ്പോഴാണ് അതൊക്കെ നോക്കുന്നത്. ആ ഒരു ടൈമിൽ 10 മിനിറ്റ് ടൈമിനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഞാൻ എഴുതുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ വരെ എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് പറയും. ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സെൻറ്റൻസ് ആദ്യം കേട്ട് കഴിയുക. 10 പോയിന്റുള്ള ഒരു ലെക്ചർ ആണെങ്കിൽ ഒരു പോയിന്റ് കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ് പറയുന്ന സമയത്തായിരിക്കും നമ്മളത് എഴുതുന്നത്. സോ ആ പോയിന്റ്, രണ്ടാമത് പറയുന്ന പോയിന്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഞാൻ കേട്ടിട്ട് ഇവിടെ കൺസ്യൂമേഴ്സ് കളക്റ്റീവ്ലി ത്രോ എവേ മോർ ദാൻ ഓൾ ദ റീറ്റെയിലേഴ്സ് ടുഗദർ, ഈ ഒരു സമയത്താണ് ഞാൻ ഇവർ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എഴുതുന്നത്. സോ അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത് US ഹൗസ് ഹോൾഡ് വേസ്റ്റ് അറൌണ്ട് 40% ഓഫ് ഫുഡ്, ഓൾ ഫുഡ്. ആ ഒരു പോയിന്റ് ഞാൻ എഴുതി വെക്കുകയാണ്. അപ്പോൾ ഹൗസ് ഹോൾഡ് വേസ്റ്റ് അറൌണ്ട് 40%, ചിലപ്പോൾ അത്രയൊക്കെ എഴുതി വെക്കുന്നുള്ളൂ. ഫുഡ് വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പിന്നെ എഴുതുന്നുണ്ടാവില്ല. ദെൻ അങ്ങനെ നമ്മൾ ഓരോ പോയിന്റ്സ് നോക്കിയിട്ട് വേണം എഴുതിയെടുക്കണമെങ്കിൽ. അതായത് എല്ലാം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ കുറേ വാല്യൂസ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആ സമയത്ത് എഴുതിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലെക്ചറിൽ നിന്ന് ഇപ്പോൾ ഇതൊരു വോയിസ് ആയിരുന്നു അല്ലെങ്കിൽ ഇതൊരു ഓഡിയോ ആയിരുന്നു. ഈ ഒരു ഓഡിയോയിൽ നിന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന പോയിന്റ്സ്, ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഈ 4 പോയിന്റ്സാണ്. ഞാൻ ഇത്ര എഴുതിയെടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് പറഞ്ഞ US കൺസിഡർഡ് ബിഗ്ഗസ്റ്റ് ഫുഡ് വേസ്റ്റിംഗ് കൺട്രി. ദെൻ 40 മില്യൺ ടൺസ് ഓഫ് ഫുഡ് എൻഡ്സ് അപ്പ് ഇൻ ലാൻഡ് ഫിൽസ്. 60% ഫുഡ് വേസ്റ്റ് കംസ് ഫ്രം ജനറൽ കൺസപ്ഷൻ. ദെൻ ലാസ്റ്റ് 2 ടൈപ്പ് പറഞ്ഞു. അപ്പോൾ ഈ 2 ടൈപ്പൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഒന്ന് സിംബലൈസ് ചെയ്ത് എഴുതി വെക്കുക. നേരെ ഒരു ഒറ്റ ഇതിൽ എഴുതി പോവാതെ 2 ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഇപ്പോൾ മെയിൻ സോഴ്സസ് ഏതാ? ഫുഡ് വേസ്റ്റ്. ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റും സെക്കൻഡ് പർച്ചേസ് ആണ്. ഓക്കെ, ഇതിൽ നിന്നാണ് മെയിനായിട്ട് 2 വരുന്ന ഫുഡ് വേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു 4 പോയിന്റ് ആണ്. ഇതിപ്പോൾ ഒരുപാട് നമുക്കറിയാം. ഇതിൻ്റെ ഇരട്ടി 8 പോയിന്റ് എങ്കിലും ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എത്ര പോയിന്റ്സ് എഴുതിയെടുത്തിട്ടുള്ളൂ? 4 പോയിന്റ്സ് എഴുതിയെടുത്തിട്ടുള്ളൂ. സോ ആ 4 പോയിന്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ സമ്മറൈസ് റിട്ടൺ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് വേർഡ് ലിമിറ്റ് ഉണ്ട്. 50 to 70 ആണ് നമ്മുടെ വേർഡ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും വരും. നമ്മൾ ഇതേപോലെ തന്നെ പകർത്തി എഴുതുമ്പോൾ നമുക്ക് ഗ്രാമാറ്റിക്കൽ എറർ വരും. അപ്പോൾ അതിന് വേണ്ടി ഇത് നിർബന്ധമില്ല ഒരിക്കലും. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി തുടങ്ങുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെ എഴുതും എന്നൊരു ഐഡിയ ഇല്ല നിൽക്കുകയാണെങ്കിൽ അതിന് വേണ്ടി മാത്രം നമുക്ക് ചെറിയൊരു ഫോം, ഇത് സിമ്പിൾ ഫോമാണ്. ഇതൊരിക്കലും ഇതേപടി തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഇതിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സ് നമ്മൾ അതിൽ കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പോൾ ദ ലെക്ചർ വാസ് എബൌട്ട്, അല്ലെങ്കിൽ ദ ടോക്ക് വാസ് എബൌട്ട്, അല്ലെങ്കിൽ ദ ഓഡിയോ വാസ് എബൌട്ട്, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യും. എന്നിട്ട് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇപ്പോൾ ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഫുഡ് വേസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ദ ടോക്ക് വാസ് എബൌട്ട് ഫുഡ് വേസ്റ്റ്. നമ്മളിവിടെ എഴുതിയ ആ ഒരു പോയിന്റിൽ ഫുഡ് വേസ്റ്റ് എഴുതുന്നു. ദെൻ ഫസ്റ്റ്ലി ഹി മെൻഷൻ ദാറ്റ്. അപ്പോൾ ഫസ്റ്റ്ലി അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ്. ഓക്കെ, ഫസ്റ്റ്ലി ഇൻ ദ ബിഗിനിങ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഹി മെൻഷൻ ദാറ്റ്, ഹി ഓർ ഷീ വോയിസിനനുസരിച്ചിട്ട് മാറ്റുക. ഹി മെൻഷൻ ദാറ്റ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്ത് വെച്ച പോയിന്റ്സ് എന്താ? അപ്പോൾ US. അപ്പോൾ ദ US കൺസിഡർഡ് ബിഗ്ഗസ്റ്റ് ഫുഡ് വേസ്റ്റിംഗ് കൺട്രി, അതാണ് ആദ്യ വെച്ച പോയിന്റ്. സോ അത് നമ്മൾ ഫസ്റ്റ്ലിയിൽ അവിടെ കൊടുത്തു. ദെൻ ലേറ്റർ ഹി ഡിസ്കസ്ഡ്, അടുത്തത്. അപ്പോൾ ലേറ്റർ എന്ന് പകരം സെക്കൻഡ്ലി യൂസ് ചെയ്യാം. ഡിസ്കസിന് പകരം വേറെ എന്തെങ്കിലും വേർഡ്സ് അവിടെ യൂസ് ചെയ്യാം. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ലേറ്റർ ഹി ഡിസ്കസ്ഡ്. അടുത്ത പോയിന്റ് ഏതാ? ഓവർ 40 മില്യൺ ടൺസ് ഓഫ് ഫുഡ് എൻഡ്സ് അപ്പ് ഇൻ ലാൻഡ് ഫീൽസ്. ആ ഒരു പോയിന്റാണ് നമ്മൾ എഴുതി വെച്ചത്. അത് നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ അവിടെ കൊടുത്തു. അടുത്തത് ഓൾസോ വീണ്ടും ഒരു പോയിന്റ്സ് ആണ്. അപ്പം വേണമെങ്കിൽ അവിടെ ഫെർദർ മോർ യൂസ് ചെയ്യാം, മോർ ഓവർ യൂസ് ചെയ്യാം. ഏതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഓൾസോ ഹി ഡിസ്ക്രൈബ്ഡ്. അടുത്ത പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് 60% ഓഫ് ഫുഡ് വേസ്റ്റ് കം ഫ്രം ജനറൽ കൺസപ്ഷൻ. അപ്പോൾ ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് എഴുതി വെക്കാൻ പറ്റില്ല. 60% ഫുഡ് ജനറൽ കൺസപ്ഷൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുന്നുള്ളൂ. നമ്മളെപ്പോഴും ആ ഒരു ലെക്ചർ കേൾക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് എല്ലാ പോയിന്റ്സ് എഴുതാൻ പറ്റിയില്ലെങ്കിലും കേട്ട് ആ ഒരു ഓർമ്മയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കത് കൂട്ടി എഴുതാൻ പറ്റും. ദെൻ അടുത്തത് ഇൻ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഫൈനലി എന്ത് വേണമെങ്കിലും ആക്കാം. ഇൻ കൺക്ലൂഷനോ ഫൈനലിയോ അല്ലെങ്കിൽ ഇൻ ദ എൻഡോ എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് ഹി സ്റ്റേറ്റഡ് ദാറ്റ്. അപ്പോൾ ഏറ്റവും അവസാനം പറയുന്ന പോയിന്റ്സ് ഇതിൽ നിന്ന് നമ്മൾ നോക്കിയെടുത്തിരിക്കുന്നത് 2 ടൈപ്സ് ആണ്. ഇവിടെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് 2 ടൈപ്സ് ആണ്. അപ്പോൾ അത് ഏതാ വന്നത്? ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഫൈനലി ഹി മെൻഷൻ ദാറ്റ് അല്ലെങ്കിൽ ഹി സ്റ്റേറ്റഡ് ദാറ്റ് 2 മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് വേസ്റ്റ്,
ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് സെക്കൻഡ് പർച്ചേസ്. അതാണ് ലാസ്റ്റ് നോട്ട് ചെയ്ത പോയിന്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ലെക്ചറിൽ നിന്നിട്ട് 4 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, വേർഡ് അല്ല നോട്ട് ചെയ്തിട്ടുള്ളത്. US ബിഗ്ഗസ്റ്റ് ഫുഡ് വേസ്റ്റ് 40 മില്യൺ ടൺസ് ഇൻ ലാൻഡ് ഫീൽഡ്സ്, 60% ഫുഡ് ജനറൽ കൺസപ്ഷൻ, 2 സോഴ്സസ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് പർച്ചേസ്. ആ രീതിക്കാണ് നമ്മളിവിടെ പോയിന്റ്സ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിക്ക് നമ്മളൊന്ന് എഴുതി നോക്കിയതാണ്. ദ ലെക്ചർ വാസ് അബൌട്ട് ഫുഡ് വേസ്റ്റ്. ഫസ്റ്റ്ലി ഹി മെൻഷൻ ദാറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് കൺസിഡർ ദ ബിഗ്ഗസ്റ്റ് ഫുഡ് വേസ്റ്റിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ ഇവിടം തൊട്ട് ഒന്നും ഒരിക്കലും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല, ആ ഒരു പോയിന്റ്സ് മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ലേറ്റർ ഹി ഡിസ്കസ്ഡ് ഓവർ 40 മില്യൺ ടൺസ് ഓഫ് ഫുഡ് എൻഡ്സ് അപ്പ് ഇൻ ലാൻഡ് ഫിൽ. Also he described that 60% of food waste comes from general consumption. Finally he stated that 2 main sources of food waste, the majority come from. അപ്പോൾ അതിൽ കേട്ടിട്ടുണ്ട്, ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് എന്ന് എഴുതിയിട്ടുള്ളത്. പക്ഷെ കേട്ട ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ എന്താ എഴുതിയത്, മെജോറിറ്റി കം ഫ്രം സൂപ്പർ മാർക്കറ്റ് ആൻഡ് അതർ ഫ്രം പീപ്പിൾ പർച്ചേസ്. ഓക്കെ, നമ്മൾ ആകെ ഇത്രയും മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മളാണ് ആ ഒരു കുറച്ച് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ, ഒരിക്കലും അത് ടെംപ്ലേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. കാരണം ഇത് നമുക്ക് നിർബന്ധമില്ല, മാറ്റി മാറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ 2 സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേ പാറ്റേൺ അല്ല, വേറെ പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഹെൽപ്പിന് വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യുക, മെജോറിറ്റി ഫോക്കസ് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ വേർഡ് കൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ വേർഡ് കൗണ്ട് 50 to 70 ആണ് ടോട്ടൽ വേർഡ് കൗണ്ട്, അവിടെ കൂടും. അപ്പോൾ മാക്സിമം മിനിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ നമ്മൾ നോട്ട് ചെയ്ത പോയിന്റ് അവിടെ ക്ലബ് ചെയ്യേണ്ടത്. സോ ഈ രീതിക്ക് എഴുതി നോക്കുക. അപ്പോൾ ഇവിടെയും വേർഡ് കൗണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 50 to 70 ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു 50 to 70 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഒരു 65 റേഞ്ചിൽ എഴുതുക, എന്നാലാണ് നമുക്ക് കുറച്ചും കൂടിയും വേർഡ് കൗണ്ട് കോണ്ടന്റ് വരുള്ളൂ. നമ്മളിവിടെയൊക്കെ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ് കൗണ്ട് വരും, കൂടും. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കുറവേ എഴുതാൻ പറ്റുള്ളൂ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ അപ്പോൾ ആദ്യം നന്നായിട്ട് ലിസൺ ചെയ്യാൻ നമ്മൾ നോക്കുക. കാരണം വെറുതെ വേർഡ്സ് അല്ല നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, ഫ്രേസസ് ആയിട്ട് കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് സിംബലൈസ് ചെയ്ത് എഴുതി വെച്ച് നോക്കുക. നമ്മൾ ഒരുപാട് എഴുതി വെക്കുക, അത് എഴുതി വെക്കുന്ന പോയിന്റ്സ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ഫോം, അതൊരു പാറ്റേൺ ആയിട്ട് ഒരിക്കലും ഫോളോ ചെയ്യരുത്. മാറ്റി മാറ്റി ആ ഫോംസ് യൂസ് ചെയ്യുക, ഗ്രാമാറ്റിക്കൽ എറർ വരാതെ മാറ്റി മാറ്റി യൂസ് ചെയ്യുക. നമ്മൾ എഴുതുക. ദെൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സെയിം ടൈം അവിടെ നമുക്കറിയാം വേർഡ് ലിമിറ്റ് കാണാൻ പറ്റും, വേർഡ് കൗണ്ട് കാണാൻ പറ്റും. വേർഡ് കൗണ്ട് ശ്രദ്ധിക്കുക, 50 to 70 ശ്രദ്ധിക്കുക. ഇനി PT കോർ ആണെങ്കിൽ അത് 20 to 30 ആണ്, അത് ശ്രദ്ധിക്കുക. ടൈം ശ്രദ്ധിക്കുക, ടൈം എന്താവുന്നത് ശ്രദ്ധിക്കുക. ദെൻ എഴുതി കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അവിടെ ഈ പറയുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ എററോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് വേണം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മൾ പറയുന്ന സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.